Hi viewers. ഈ പ്രോജക്റ്റിന്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് ഏരിയ അറൌണ്ട് 2900 ആണ്. അതിനകത്ത് ഒരു 1900 സ്ക്വയർ ഫീറ്റ് റെസിഡൻഷ്യൽ പർപ്പസിനും അറൌണ്ട് 600 സ്ക്വയർ ഫീറ്റ് റെന്റ് ഔട്ടിനും പിന്നെ ഒരു 300 സ്ക്വയർ ഫീറ്റ് ഒരു ഷോപ്പിനും വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ ഇതിന്റെ പ്ലാൻ തൊട്ട് എലിവേഷൻ എക്സിക്യൂഷൻ എല്ലാം 3D Pixന്റെ തന്നെ പ്രോജക്റ്റ് ആണ്. സോ ഈ പ്രോജക്റ്റിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നെക്സ്റ്റ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഈ വീഡിയോയ്ക്കകത്ത് ഈ പ്രോജക്റ്റിന്റെ ചില സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഷെയർ ചെയ്യാം. ഓക്കെ. സോ ഈ പ്ലാനിൽ ബ്ലൂ ആരോ മാർക്ക് ചെയ്തിരിക്കുന്നത് ഈ വീടിൻ്റെ വർക്ക് ഏരിയയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാനുള്ള വഴിയും പ്ലസ് പോയിന്റ് ചെയ്തിരിക്കുന്നത് ഈ റെൻ്റ് ഔട്ട് സെക്ഷനിലോട്ട് കയറാനുള്ള പടിയുമാണ്. സോ സാധാരണ പ്ലാനിങ്ങിന് ഇതിനുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മളൊരു 80% വാസ്തു സ്പെസിഫിക് ആയിട്ടാണ് എല്ലാ പ്രോജക്റ്റും ചെയ്യുന്നത്. പക്ഷേ ഇതിന് ക്ലയൻറ്റിനൊരു സെപ്പറേറ്റ് വാസ്തു കൺസൾട്ടൻ്റ് ഉണ്ടായിരുന്നു. സോ അവരുടെയും കൂടെ കമൻസ് കൺസിഡർ ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഡിസൈനിൽ വലിയ കോംപ്രമൈസ് ഒന്നും വരുത്തേണ്ടി വന്നിട്ടില്ല. ഇത് വീടിൻ്റെ എൻട്രൻസ് ആണ്. സോ ഗ്രീൻ കളറിൽ ഇതാണ് റോഡ് ഫേസിങ് പോർഷൻ. അവിടെ തന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് 2 ഷോപ്പിനുള്ള സ്പേസ് ഉണ്ട്. സോ ഈ ഒരു പ്രോജക്റ്റിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു 2900 സ്ക്വയർ ഫീറ്റിൻ്റെ അകത്ത് ഇത്രയും റിക്വയർമെൻറ്റ്സ് കവർ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം, ഇത് വർക്ക് ഏരിയയിലോട്ട് പോകുന്ന വഴി ഇവിടെ ഒരു മതിലുണ്ട്. ഇത് അപ്പുറത്തോട്ട് റെൻ്റ് ഔട്ടിനുള്ളവർക്ക് പോവാം. ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ വർക്ക് ഏരിയയിലോട്ട് പോവാം. ഇപ്പോൾ നമ്മൾ വർക്ക് ഏരിയ കാണാം. കണ്ടു കഴിഞ്ഞിട്ട് റെൻ്റ് ഔട്ട് പോർഷൻസ് ഒന്ന് കാണാം. വർക്ക് ഏരിയയിൽ മാറ്റ് ഫിനിഷുള്ള ടൈൽസാണ് ഇട്ടേക്കുന്നത്. ശരിക്കും മാറ്റ് ഫിനിഷ് ഇടുമ്പോഴത്തേക്ക് കുറച്ച് അഴുക്കാനുള്ള ചാൻസസ് ഉണ്ട്. എന്നാലും വർക്ക് ഏരിയയും കിച്ചണിലും ഒക്കെ മാറ്റ് ഫിനിഷാണ് നല്ലത്. ബിക്കോസ് അഴുക്കായാലും വലിയ പ്രശ്നമില്ല. ഗ്ലോസി ഫിനിഷ് ഇടുകയാണെങ്കിൽ ഇച്ചിരി വെള്ളം കിടന്നാൽ തന്നെ ചറുകി വീഴാൻ ചാൻസ് ഉണ്ട്. സോ വർക്ക് ഏരിയയിലും കിച്ചണിലും ഒക്കെ ഗോ ഫോർ മാറ്റ് ഫിനിഷ്. സോ ഞാൻ ഇതിപ്പോൾ നമ്മളിവിടെ എത്തി. ഇവിടെ കൊണ്ടുവന്നതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ റെൻറ്റിനുള്ള പോർഷൻ ആണെങ്കിൽ അത്യാവശ്യം ഫർണിഷിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രോജക്റ്റ് ശ്രീകാര്യത്തിനടുത്താണ്. സോ ഈ ഒരു ഏരിയയിൽ ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള അപ്പാർട്ട്മെൻറ്റ്സിനാണ് കൂടുതൽ ഡിമാൻഡ് ഉള്ളത്. അതുകൊണ്ടാണ് ഇത് ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്ക്സ്. ഈ ബാക്ക് സ്പ്ലാഷ് കാണിക്കാനാണ് ഇങ്ങോട്ട് വന്നത്. സോ മെയിൻ കിച്ചണിലെക്കാട്ടി നല്ലൊരു ടൈൽസാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ പോർഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ലിവിങ് റൂമാണ്. പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത് ബോർഡിൽ സെൽഫ് ഡിസൈൻ ചെയ്തിട്ടാണ്. പൂജാ റൂമിൻ്റെ ഡിവൈൻ ലുക്ക് ആക്സിഡൻ്റൽ അല്ല. അതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന റോളൽ ബ്ലൈൻഡ്സിൽ കൂടെ വരുന്ന ലൈറ്റ് കാരണമാണ് ആ ഒരു ഫീൽ കിട്ടുന്നത്, ഈവൻ വിത്തൗട്ട് ആക്ച്വലി പുട്ടിങ് ഓൺ ദ ലൈറ്റ്. ഇത് മാസ്റ്റർ ബെഡ്റൂമാണ്. ഇവിടെ ഉള്ളത് ഈ വാൾപേപ്പർ ഒരു ക്ലോത്ത് ഫിനിഷുള്ള വാൾപേപ്പറാണ്. സോ ഇതെല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ആക്ച്വൽ പ്രോജക്റ്റിൽ കാണാം. ഇപ്പോൾ പല കളറിലുള്ള റോളർ ബ്ലൈൻഡ്സ് അവൈലബിൾ ആണ്. സ്മൂത്ത് ഫങ്ഷനിങ് ആണ്. പക്ഷേ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ ചീത്താവും കട്ടനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഇതിപ്പോൾ ഞാൻ ഫോണിലെടുത്ത വീഡിയോ ആണ്. ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ 4 ഡേയ്സിനകത്തൊക്കെ പോസ്റ്റ് ചെയ്യും. സോ സ്റ്റേ ട്യൂൺഡ്. ബൈ.